തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ജോസ് പുലിക്കോട്ടിൽ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ തൃശ്ശൂർ രൂപതയിലുള്ള മംഗളവാർത്ത ധ്യാന ടീമിലെ അംഗങ്ങളാണ്. ഞങ്ങളുടെ ഒരു താമസിച്ചുള്ള ധ്യാനം പഴയന്നൂര് കല്ലംകുളം നോർബർട്ട് ധ്യാന കേന്ദ്രത്തിൽ ജൂൺ മാസം 3-ാമത്തെ വെള്ളിയാഴ്ച 4 മണിക്ക് വൈകിട്ട് ആരംഭിച്ച് ശനി ഞായറാഴ്ച 4 മണിക്ക് പൂർത്തിയാകുന്ന റൂഹാഭിഷേക ധ്യാനം. ഫീസ് 400 രൂപയാണ്. ധ്യാനത്തിൽ സംബന്ധിക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ മർക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിലെ 24-ാമത്തെ വാക്യം, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോടും ക്ഷമിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കാൻ സാധാരണ മനുഷ്യ വ്യക്തികൾക്ക് തങ്ങളെ ദ്രോഹിക്കുന്ന, വേദനിപ്പിക്കുന്ന, പീഡിപ്പിക്കുന്ന, ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് ക്ഷമിക്കാൻ കഴിയില്ല. എന്നാൽ ആർക്കാണ് തങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക്, ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കാൻ സാധിക്കുക? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തികൾക്കേ അതിന് കഴിയുള്ളൂ. ഗലാത്യ ലേഖനത്തിലെ 5-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. 9 ഫലങ്ങളെ പറയുന്നുണ്ട്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇവയ്ക്കെതിരായി ഒരു നിയമവും ഇല്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. അതിൽ 4-ാമത്തെ ഫലമാണ് ക്ഷമ എന്ന പുണ്യം. ഈ പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് മാത്രമേ തങ്ങളെ ദ്രോഹിക്കുന്ന, വേദനിപ്പിക്കുന്ന, നിരന്തരം പീഡിപ്പിക്കുന്ന, ഉപദ്രവിക്കുന്ന വ്യക്തികളോട് ക്ഷമിക്കാൻ സാധിക്കും. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ലാത്ത ഒരു വ്യക്തിക്കും അവരനോട് ക്ഷമിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. നമുക്ക് യേശുവിലെ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കാണാൻ സാധിക്കും. യേശു ഒരു തെറ്റും ചെയ്യാതെയാണ് ഈ ഇത്രയും ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വന്നത്. അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല എന്ന് യെശയ്യാ 53 നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശുവിനോട് പീലാത്തോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ യഹൂദരുടെ രാജാവാണോ? യേശു ക്രിസ്തുയാണ്, നീ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് യേശു ചോദിക്കുക, നിങ്ങളിൽ ആർക്കാണ് എന്നിൽ കുറ്റം ആരോപിക്കാൻ സാധിക്കുക? ലോകത്തിലെ കുറ്റം ഇല്ലാത്ത ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മളൊക്കെ പാപികളാണ്. ആ യേശു ക്രിസ്തുവിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി അന്നത്തെ പുരോഹിത വർഗം, നിയമജ്ഞരും അതുപോലെ തന്നെ നിയമ പണ്ഡിതന്മാര് ഇവരൊക്കെ ഉത്സാഹിച്ചിട്ടും ഒരാൾക്ക് പോലും യേശുവിൽ കുറ്റം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പീലാത്തോസിനും കഴിഞ്ഞില്ല, ഹെറോദേസിനും കഴിഞ്ഞില്ല, മുഖ്യ പുരോഹിതന്മാർക്കും കഴിഞ്ഞില്ല. എന്നിട്ടും ഈശോ പീഡയേറ്റ് കുരിശിൽ മരിക്കാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ഈ പാപം ചെയ്ത് ദൈവിക ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യ മക്കൾക്ക് ജീവൻ തരാൻ വേണ്ടിയാണ്. ഈശോ വന്നത് മരിക്കാൻ വേണ്ടി തന്നെയാണ്. ഈശോ മരിക്കുന്നതിലൂടെയാണ് പാപിയായ മനുഷ്യനെ ദൈവിക ജീവൻ പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത്. അവൻ ഇത്രമാത്രം പീഡ സഹിച്ചിട്ടും തന്റെ കർണത്ത് ആഞ്ഞടിച്ചു, പട്ടാളക്കാരെ മുഖത്ത് കാർത്തിച്ചു തുപ്പി, ശിരസിലെ കഠിനമായ മുള്ളുകൾ നിറഞ്ഞ മുൾക്കിരീടം തറപ്പിച്ച് ഇറക്കി വെച്ചു. അതുപോലെ ചമ്മട്ടി കൊണ്ട് ചാട്ടവാറ് കൊണ്ട് മാറി മാറി അടിച്ചു. തന്റെ ശരീരത്തിൽ നിന്ന്
ഈ ചമ്മട്ടിയുടെ കൊളുത്തുകള്, ചമ്മട്ടിയുടെ അറ്റത്ത് ഇരുമ്പ് കൊളുത്തുകളാണ്. ഈ കൊളുത്തുകള് ശരീരത്തില് തറച്ചിട്ട് വലിക്കുമ്പോ ആ മാംസം അവിടെ നിന്ന് പൊളിഞ്ഞു പോരുകയാണ്. അങ്ങനെ തന്റെ അസ്ഥികൾ ഓരോന്നും എണ്ണപ്പെടുവാൻ തക്ക വിധം ശരീരത്തിലുള്ള മാംസപേശികളൊക്കെ അടർന്നു പോവാണ് ഉണ്ടായത്. അത്രമാത്രം വേദനയും പീഡനങ്ങളും സഹിച്ചവനാണ് ഈശോ. തന്റെ തോളിൽ ഭാരമേറിയ കുരിശു വെച്ചു കൊടുത്തു. ഇതും ചുമന്നുകൊണ്ടാണ് ഈശോ കാൽവരി മല കയറിയത്. അവിടെ ചെന്ന് തന്റെ രക്തത്തിലൊട്ടിയ വസ്ത്രങ്ങള് പറിച്ചെടുത്തവര്, ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും തൊലിയുരിയുന്നത് പോലെ തന്റെ രക്തത്തിലൊട്ടിയ വസ്ത്രങ്ങള്, ഈശോയുടെ വസ്ത്രങ്ങള് പട്ടാളക്കാരെ വലിച്ച് പറിച്ചെടുത്തു. തന്റെ നഗ്ന ശരീരത്തെ കുരിശിൽ കിടത്തിയവരെ കൈകാലുകളിൽ ഇരുമ്പാണികൾ അടിച്ചു. തന്റെ കാലിലും കയ്യിലുമൊക്കെ തുളച്ച് മരത്തോട് ചേർത്ത് ഇരുമ്പാണികൾ തറച്ചു. എന്നിട്ട് മനുഷ്യരുടെ മുമ്പാകെ ഉടുതുണിയില്ലാത്തവനായി നഗ്നനായി ആ കാൽവരി മലയിലെ കുരിശിൽ കിടക്കുന്നത് ഒരു കൊലപാതകിയല്ല പ്രിയപ്പെട്ടവരെ. ഈ ലോകത്തിലേക്ക് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി വന്ന ദൈവപുത്രനായ മിശിഹ തമ്പുരാനാണ് ആ കുരിശിൽ കിടക്കുന്നതെന്ന് മനുഷ്യർക്ക് മനസ്സിലായില്ല. എന്നിട്ടും ഇത്ര വേദന സഹിച്ചിട്ടും ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. ഇവരോട് ക്ഷമിക്കാനാണ് പിതാവായ ദൈവത്തോട് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ചത്. ആ മാതൃകയാണ് ഒരു ക്രിസ്ത്യാനി ജീവിതത്തിൽ പകർത്തേണ്ടത്. നമ്മൾ വിടാൻ പോകുമ്പോ ഈശോ എന്ന് പറയുന്നവരാണ് നമ്മൾ. ഈശോ എന്ന് നാവുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, അവന്റെ ജീവിതത്തിൽ പകർത്തി ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതിന് സാധിക്കാൻ വേണ്ടിയാണ് ഈശോ പറഞ്ഞത്, ഞാൻ എന്റെ ആത്മാവിനെ സകല ജഡത്തിന്റെ മേലും ഞാൻ അയക്കും. എല്ലാ മനുഷ്യർക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നൽകും. അപ്പോൾ നിയമങ്ങൾ പാലിക്കുന്നതിലും ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നതിലും നിങ്ങൾ അതീവ ശ്രദ്ധയുള്ളവരായി തീരും. അപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ നമ്മുടെ ഉള്ള് കഴുകി ശുദ്ധീകരിക്കണം. ജോഷയുടെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല? നമ്മുടെ ഉള്ളിൽ ശുദ്ധമല്ലാത്തത് കൊണ്ട്, നമ്മുടെ ഉള്ളിലെ മറ്റുള്ളവരുടെ വെറുപ്പും വൈരാഗ്യത്തിലും ജീവിക്കുന്നത് കൊണ്ട്, പ്രതികാര ചിന്തയിൽ കഴിയുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ ശുദ്ധമല്ല. പ്രിയപ്പെട്ടവരെ, സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ സ്വർഗത്തിലെ പിതാവ് നിന്നോടും ക്ഷമിക്കുകയില്ല എന്ന് വള്ളിപുള്ളി മാറാത്ത ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നെ പോലെ ജീവിക്കാൻ വേണ്ടി ദൈവം ഈ ലോകത്തിലേക്ക് അയച്ച ദൈവമക്കളോട് സ്നേഹത്തോടെ പെരുമാറുന്നതിന് പകരം കോടതി വ്യവഹാരങ്ങള്, പറമ്പ് ഭാഗം വെച്ചതിന്റെ പേര്, വീടും പറമ്പും ഭാഗം വെച്ചതിന്റെ പേര്, കൂടപ്പറപ്പുകൾ തമ്മില് ശത്രുത മനോഭാവങ്ങള്, മിണ്ടില്ല. ചേട്ടനെ കണ്ട അനിയൻ മിണ്ടില്ല, അനിയനെ കണ്ട ചേട്ടൻ മിണ്ടില്ല. അങ്ങനെ അവരെ കുറിച്ച് മറ്റ് മനുഷ്യരോട് ചേർന്ന് മോശമായ രീതിയിൽ സംസാരിക്കുന്ന കൂടപ്പറപ്പുകൾ, സ്വത്തിന്റെ പേരില്, കോടതി വ്യവഹാരങ്ങളുടെ പേരില്, അതുപോലെ പല പല തർക്കങ്ങളുടെ പേരില് ബന്ധങ്ങൾ മുറിച്ചിട്ടിരിക്കുകയാണ്. ചേട്ടനോട് ക്ഷമിച്ചിട്ട് എന്റെ മകന്റെ വിവാഹം കഴിയണ്ട, അനുജത്തിയോട് ക്ഷമിച്ചിട്ട് എന്റെ മകൾ പ്രസവിക്കണ്ട, ഇങ്ങനെ എനിക്കൊരു വീടുണ്ടാവണ്ട എന്ന് പറയുന്ന കഠിന ഹൃദയരായ മനുഷ്യരാണ് നമ്മൾ ലോകത്തിലുള്ളത്. റോമാലേഖനത്തിൽ പറയാണ്, നീതിമാനായിട്ട് ആരുമില്ല, ഒരുവൻ പോലുമില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വചനത്തിന്റെ ശക്തി അനുഭവിക്കാത്തത് കൊണ്ടാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. മത്തായിയുടെ സുവിശേഷത്തില് പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. എന്തുകൊണ്ട് മനുഷ്യന് തെറ്റ് സംഭവിക്കുന്നു? ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും മനുഷ്യർക്ക് അറിയാത്തത് കൊണ്ടാണ്, അറിവില്ലാത്തത് കൊണ്ടാണ് മനുഷ്യ ജീവിതത്തിലെ തെറ്റുകൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
അപ്പൊ തെറ്റ് പറ്റാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ദാവീദ് രാജാവ് പറയുന്നുണ്ട്, ദൈവമേ, അങ്ങേക്കെതിരെ തെറ്റ് പറ്റാതിരിക്കാൻ അങ്ങയുടെ വചനം ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. ദൈവത്തിന്റെ വചനം, യേശുവാകുന്ന വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ മനുഷ്യന് ഭൂമിയിൽ പാപികളുടെ നടുവിൽ തെറ്റുപറ്റാതെ ജീവിക്കാൻ സാധിക്കും. സഹോദരങ്ങളോട് ക്ഷമിക്കാൻ തയ്യാറായാൽ നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, വ്യക്തികളോട് ക്ഷമിച്ചപ്പോൾ വിവാഹ തടസ്സമായി നിന്നിരുന്ന ഒരു മകന്റെ സാക്ഷ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ഒരിക്കലേ ഈ ജോൺസൺ എന്നു പേരായ ഒരു മകൻ അവന്റെ സഹോദരിയോടൊത്ത് എന്നെ കാണാനായിട്ട് വന്നിരുന്നു. സഹോദരി എൻ്റെ ധ്യാനം കൂടിയതാണ്. അപ്പൊ അവള് പറഞ്ഞു, ജോസ് ബ്രദറെ, ഇതെന്റെ അനിയനാണ്, ഇവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇവൻ കുറേ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, ഒന്നും ശരിയായിട്ടില്ല, ഒന്ന് സംസാരിക്കുന്നു പറഞ്ഞു. അപ്പൊ നീ അവിടെ മാറിയെന്നോ? ഞാൻ സംസാരിക്കാമോ? ഞാൻ ജോൺസണോട് ചോദിച്ചു, ജോൺസാ, നീ എത്ര പെണ്ണിനെ കണ്ടു എന്ന് ചോദിച്ചു. അപ്പൊ അവൻ തല കുരിച്ചിട്ട് പറയണം, 152. 152 പെണ്ണുങ്ങളെ കണ്ടിട്ട് അവന്റെ വിവാഹം നടന്നിട്ടില്ല. പെണ്ണ് കാണാനിട്ടല്ല, 152. അപ്പൊ ഞാൻ പറഞ്ഞേ, നീ ധ്യാനം കൂടിയിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അവൻ എന്നോട് തിരിച്ചു ചോദ്യം, എന്താ ധ്യാനം കൂടിയ കല്യാണം കഴിയുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞേ, നിനക്ക് അപ്പച്ചനുണ്ടോ? ഓ. നിനക്ക് വീടുണ്ടോ? വീടുണ്ട്. വീടിന് മുറ്റമുണ്ടോ? മുറ്റുണ്ട്. അപ്പൊ നാളെ മുതലേ എൻ്റെ ഒരു ആന്തരിക സൗഖ്യ ധ്യാനം ചിറ്റിലപ്പള്ളി പള്ളിയിൽ നടക്കുന്നുണ്ട്, തൃശ്ശൂർ ചിറ്റിലപ്പള്ളി പള്ളിയിൽ. നീയെ ധ്യാനത്തിന് വരുമ്പോ നിന്റെ അപ്പച്ചനോട് പന്തൽ പണിക്കാരെ വിളിച്ചിട്ട് കല്യാണപ്പന്തല് വീട്ടുമുറ്റത്തിടാൻ പറഞ്ഞു. എന്നിട്ട് നീ ധ്യാനത്തിന് ധ്യാനം കഴിഞ്ഞ നിന്റെ കല്യാണം. പിന്നെ അവൻ എന്നോടൊന്നും വേണ്ടിയില്ല, അവന് പ്രാർത്ഥിച്ച് ചെയ്യാൻ പറ്റും. പിറ്റേ ദിവസം ധ്യാനം ആരംഭിക്കാൻ നിന്നപ്പോ 1ാമത്തെ നമ്പറുകാരൻ ജോൺസനാണ്. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. വചനം പറയുന്നത് ഇങ്ങനെയാണ്, അനുസരിക്കാൻ നീ സന്നദ്ധനെങ്കിൽ നീ ഐശ്വര്യമുള്ളവനായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ജോൺസൺ അനുസരിക്കാൻ തയ്യാറായി. അങ്ങനെ ധ്യാനത്തിൽ പങ്കെടുത്തു, ക്ഷമയുടെ ക്ലാസ് കേട്ടു. അവൻ ആ ക്ലാസ് കേട്ടിട്ട് വീട്ടിൽ പോയി. അതുവരെ അവന്റെ അപ്പൻ അല്പം മദ്യം കഴിക്കുന്ന ആളാണ്. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ അപ്പൻ പറയുന്നത് അപ്പന്റെ ചേട്ടനും അനുജനും അവന്റെ വിവാഹം മുടക്കുന്നു എന്നാണ് കുടിച്ചു കഴിയുമ്പോൾ പറയുന്നത്. അത് വിശ്വസിച്ച് നടക്കുക. അങ്ങനെ ജോൺസൺ 3ാമത്തെ ദിവസം ക്ഷമയുടെ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് അപ്പനോട് പറഞ്ഞു, അപ്പ എൻ്റെ കല്യാണത്തിന്റെ തടസ്സം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ ഇത്രയും പ്രായമായിട്ട് വല്യപ്പന്റെ വീട്ടിൽ ഇളയപ്പന്റെ വീട്ടിൽ ഇന്നുവരെ പോയിട്ടില്ല. ഞാൻ അവിടെ ചെന്ന് അവരോട് ക്ഷമ ചോദിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ അപ്പം പറഞ്ഞത്, ഞാനായിട്ട് ഒടിച്ചിട്ട കമ്പ് നീയായിട്ട് കൂട്ടി യോജിപ്പിക്കണ്ട എന്ന് വെച്ചാൽ പോകണ്ടെന്ന് അർത്ഥം. അത് പറഞ്ഞപ്പോ അവൻ പറഞ്ഞൊരു രസകരമായൊരു വാക്കുണ്ട്, അപ്പൻ ഉറങ്ങാൻ കിടക്കുന്നത് അപ്പന്റെ ഭാര്യയുടെ കൂടെയാ, എനിക്ക് ഇതുവരെ ഭാര്യനെ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പോയി ക്ഷമ ചോദിക്കാൻ പോവാ. അങ്ങനെ ഈ ജോൺസൺ എന്ന് പറയുന്ന മകൻ വല്യപ്പന്റെ വീട്ടിലും, തൊട്ട വീടാണ്, ഇളയപ്പന്റെ വീട്ടിലും കയറി ക്ഷമ ചോദിച്ചു. അന്ന് തിരിച്ചു വന്നപ്പോ അമ്മ വാതിൽ തുറന്നു കൊടുത്തില്ല. അപ്പം പറഞ്ഞു, നീ വാതിൽ തുറന്നു കൊടുത്താ നിനക്ക് എൻ്റെ അടി കിട്ടുന്നു പറഞ്ഞു. അപ്പൊ അവൻ മറുത്ത് കിടക്കേണ്ടി വന്നു. ഓടിട്ട വീടാണ്. അന്ന് രാത്രി ഗംഭീര മഴയും പെയ്തു. ഉടുമുണ്ടുണ്ടായിരുന്ന കാരണം മുണ്ട് അഴിച്ച് പുതച്ച് കിടന്നുറങ്ങിയെന്നാണ് ആ മകൻ സാക്ഷ്യത്തിൽ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 4ാമത്തെ 5ാമത്തെ ദിവസം ധ്യാനം കൂടി, ശനിയാഴ്ച ധ്യാനം കഴിഞ്ഞു. അങ്ങനെ ഇവൻ വീട്ടിൽ ചെന്നു. ഒരു ബ്രോക്കർ, സ്ഥിരം പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്ന ഒരു ബ്രോക്കർ അവന്റെ വീട്ടിൽ വന്നു. അവൻ പറഞ്ഞു, മരത്താക്കരയിലെ ഒരു കുട്ടിയെ കാണാൻ പോകണം. അങ്ങനെ ഇവൻ ആ ബ്രോക്കറോട് പോയി ഒരു TTC പഠിച്ച പെൺകുട്ടീൻ്റെ പെണ്ണ് കണ്ടു. അത് ഇവന് ഇഷ്ടപ്പെട്ടു, അവർക്ക് ഇവന് ഇഷ്ടപ്പെട്ടു. 3ാമത്തെ ഞായറാഴ്ച ജോൺസന്റെ കല്യാണമാണ്. ഇതിൽ നിന്ന് എനിക്കൊരു സത്യം മനസ്സിലായി. ഉള്ളിൽ വെറുപ്പും വൈരാഗ്യം വിദ്വേഷം വെച്ചിട്ട് ദൈവത്തോട് വെറുപ്പ്, മനുഷ്യരോട് വെറുപ്പ്, ശത്രുത, ഇത് വെച്ചിട്ട് നമുക്കൊരു നല്ല ജീവിതം നയിക്കാൻ കഴിയില്ല. ക്ഷമിക്കാൻ തയ്യാറായാൽ സ്വർഗത്തിലെ ദൈവം എൻ്റെ തെറ്റുകൾ എന്നോട് ക്ഷമിക്കും. അപ്പൊ എൻ്റെ വിവാഹത്തിന്റെ തടസ്സങ്ങൾ മാറും, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവും,
ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടും, വീടില്ലാത്തവർക്ക് വീട് കിട്ടും, കടങ്ങളുള്ളവർക്ക് കടങ്ങൾ വീട്ടാനുള്ള വഴി ഞാനല്ല, സ്വർഗത്തിലെ ദൈവം നിന്നോട് ക്ഷമിച്ച് നിന്റെ മകനായി മകളായി സ്വീകരിച്ചു കഴിയുമ്പോൾ നിന്റെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം ഇടപെടാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.